നമസ്കാരം. 2026 പുതുവർഷം തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്രകാരമായിരിക്കും എന്ന് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരം മാത്രമാണ്. ഏവരും അമ്മേ ശരണം എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ഗുണങ്ങളും അതേപോലെ ദോഷങ്ങളും വന്ന് ചേരുന്ന ഒരു വർഷം തന്നെയാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് 2026. പ്രധാനമായും ജോലിയിൽ ഉയർച്ച വന്നു ചേരാം. തൊഴിൽപരമായ നേട്ടങ്ങൾ തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. എന്നാൽ ആദ്യത്തെ 4 മാസം, പുതുവർഷത്തിലെ ആദ്യത്തെ 4 മാസം വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. അപകട സാധ്യതകൾ ഈ സമയം വളരെ കൂടുതലാണ്. സാഹസികപരമായ കാര്യങ്ങൾ അത് എന്ത് തന്നെയാണ് എങ്കിലും ഈ സമയം പ്രത്യേകിച്ചും ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദേഷ്യം ഈ സമയം നിയന്ത്രിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ വർഷം നിങ്ങൾ നിയന്ത്രിച്ചില്ല എങ്കിൽ അത് വലിയ പ്രശ്നത്തിൽ ചെന്ന് കലാശിക്കുന്നതാണ്. അല്ലെങ്കിൽ പല അബദ്ധങ്ങളും പിണയുന്നതിന് അത് കാരണമായി തീരും. ഈ സമയം സാക്ഷാൽ പരമശിവനെ ഭജിക്കുന്നതും പരമശിവനെ വന്ദിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ഓം നമഃ ശിവായ എന്ന ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രം നിത്യവും 108 ജപിക്കുന്നത് നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കുകയും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം വന്ന് നിറയുന്നതിനും സഹായകരമായി തീരും. ഭഗവാന്റെ സംരക്ഷണത്തിന് തീർച്ചയായും ഈ മന്ത്രം നിത്യവും ജപിക്കുകയും സാധിക്കുന്ന അവസരങ്ങളിൽ എല്ലാം തന്നെ ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനവും നടത്തുക. എടുത്തുചാട്ടം പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒരു വർഷം തന്നെയാണ് ഇത്. ചിങ്ങത്തിന് ശേഷം മുടങ്ങിക്കിടക്കുന്നതായ പല കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ചിങ്ങത്തിന് ശേഷം പല കാര്യങ്ങളും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ഉയർച്ചയിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. മനക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവർ നിങ്ങൾ പറയുന്നതായ വാക്കുകൾ കേൾക്കില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്വീകരണം അല്ലെങ്കിൽ സ്വീകാര്യത പല അവസരങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം വന്ന് ചേർന്നു എന്ന് വരാം. മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്ന പല അവസരങ്ങളും ഈ വർഷം നിങ്ങളിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. പലരുമായും കലഹിക്കേണ്ടതായി വരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം. അത് വേണ്ടപ്പെട്ടവരാകാം, നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളാകാം, പങ്കാളിയാകാം, സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ ആകാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുക. പ്രണയബന്ധം അത് സക്സസ് ആകുന്ന ഒരു വർഷം തന്നെയാണ് 2026. പ്രണയികൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരാം. ബിസിനസ്, തൊഴിൽ തടസ്സങ്ങൾ എന്നിവ ജീവിതത്തിൽ വന്നു ചേരും. അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട്, തൊഴിലുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതായ പല കർമ്മങ്ങളിലും തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യമായിരിക്കും വന്നു ചേരുക. അവയെല്ലാം തരണം ചെയ്യുവാൻ സാധിക്കുന്ന വർഷമാണ് എങ്കിലും അതെല്ലാം ജീവിതത്തിൽ ബാധിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ ഇത്തരം കാര്യങ്ങൾ കടന്നു വരുമ്പോൾ തുടക്കത്തിലെ നിങ്ങൾ തളരാൻ പാടില്ല. അത്തരം കാര്യങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടതായ സാഹചര്യം വന്നു ചേരാം. തൊഴിൽപരമോ ബിസിനസ് പരമോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം അത്തരമൊരു സാഹചര്യം ഒരുങ്ങുന്നു അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നർത്ഥമാക്കാം. ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വില ലഭിക്കണം എന്നില്ല, അല്ലെങ്കിൽ മറ്റ് നഷ്ടങ്ങളാണ് എങ്കിലും സംഭവിക്കാവുന്നതാണ്. ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. അനാവശ്യമായ ചിലവുകൾ ഈ വർഷം വളരെയധികം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത് പല കാര്യങ്ങളും താളം തെറ്റിക്കും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ഇത്തരം ചെലവുകൾ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കുന്നതാണ് ഉത്തമം. അതിനാൽ ഇത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം.
കൂട്ടു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായ ഒരു സമയമാണ്. കൂട്ടു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ നഷ്ടമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ വന്ന് ചേരാവുന്ന ഒരു സമയം. പൊതുവിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ്. അത് പലരുമായി ബന്ധപ്പെട്ടുമാകാം. അതിനാൽ ഈ സമയം പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സംസാരം തന്നെയാണ്. സംസാര കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി തന്നെ മുന്നോട്ട് പോവുക. ഈ സമയം രക്തസംബന്ധമായ രോഗത്താൽ വലയുന്നവർക്ക് ആശ്വാസം വന്ന് ചേരാവുന്ന ഒരു വർഷമാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട് ആനുകൂല്യം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായി ധനലാഭം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനപരമായ ലാഭം, ധനപരമായ ഉയർച്ച ചില കാര്യങ്ങളിൽ പ്രതീക്ഷിക്കാം. ഏറ്റെടുക്കുന്നതായ കാര്യങ്ങൾ പൂർണ്ണമായും വിജയിപ്പിക്കുവാൻ സാധിക്കും. തുടക്കത്തിൽ വെല്ലുവിളികൾ നേരിടേണ്ടതായി വരും എങ്കിലും അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നതിലൂടെ പൂർണ്ണമായും ഒരു വിജയം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുകൂടി അറിയുക. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, അവർക്ക് വിദ്യയിൽ ഉയർച്ച, അംഗീകാരങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. എന്നാൽ ആദ്യത്തെ 4 മാസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. തിരുവാതിര നക്ഷത്രക്കാരായ വ്യക്തികളുടെ മക്കൾ പ്രത്യേകിച്ചും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ആദ്യത്തെ 4 മാസം പല വിധത്തിലും വിഷമങ്ങൾ, തിരിച്ചടികൾ വന്നു ചേരാം. ഭാര്യയുടെ പിതൃസ്വത്ത് വന്ന് ചേരുവാനുള്ള സാധ്യത ഈ വർഷം വളരെ കൂടുതലാണ്. ഈ സമയം നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട്, തൊഴിലുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രത്യേകിച്ചും പോലീസ്, മിലിറ്ററി എന്നീ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ കൂടുതലായും ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കലയിൽ കൂടുതൽ താല്പര്യം വന്ന് ചേരാവുന്ന ഒരു വർഷം തന്നെയാണ് ഇത്. ശാരീരികവും മാനസികവുമായ ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഉറക്കക്കുറവ് നിങ്ങളെ വളരെയധികം ബാധിച്ചു എന്ന് വരാം. അതിനാൽ ആ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തണം, അല്ലെങ്കിൽ അത് ആരോഗ്യപരമായി നിങ്ങൾക്ക് വളരെ ദോഷം ചെയ്യും. കച്ചവടത്തിൽ നിന്നും ലാഭം വർഷാദ്യം മുതൽ നിങ്ങൾക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഹാരം അല്ലെങ്കിൽ ഇഷ്ട ആഹാരലബ്ധി ജീവിതത്തിൽ പല അവസരങ്ങളിലും നിങ്ങൾക്ക് ലഭിക്കും. മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ, വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളും വന്നു ചേരാം. വിദേശ ജോലിക്കുള്ള സാധ്യതയുണ്ട്. ലോൺ എടുക്കേണ്ടതായ അവസ്ഥ വന്നു ചേരാം. അത് ചിട്ടിയോ മറ്റു കാര്യങ്ങളോ ആകാം. ഇത്തരത്തിലൊരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. പണത്തിന്റെ ആവശ്യം പല സമയങ്ങളിലും നിങ്ങളെ ബാധിക്കുന്നതാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു എന്ന് വരാം. കടം വാങ്ങേണ്ടതായ സാഹചര്യം ചില അവസരങ്ങളിൽ വന്നു ചേരാം. ശിവക്ഷേത്ര ദർശനം നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണ്. മുൻപ് പരാമർശിച്ചതുപോലെ പ്രത്യേകിച്ചും ആദ്യത്തെ 4 മാസം നിരന്തരമായും ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും. കടം നൽകുന്നവരാണ് എങ്കിൽ അല്പമൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. വർഷാദ്യം ഇവർക്ക് പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങൾ തിരിച്ചടിയായി മാറുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുന്നതായ അവസരത്തിൽ ജലധാരയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നിങ്ങളുടെ പേരിൽ നടത്തണം. ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്തവും നടത്തി പ്രാർത്ഥിക്കുകയും വേണം. ദാമ്പത്യ ജീവിതത്തിൽ കലഹ സാധ്യത വർദ്ധിക്കാവുന്ന ഒരു വർഷമാണ്. അതിനാൽ സംസാരം അല്പമൊന്ന് ശ്രദ്ധിക്കണം. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നതാണ് ഈ സമയം ഉത്തമം. രമ്യതയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾക്ക് കാരണമായി തീരും. പ്രശ്നങ്ങൾ വലുതാകുന്നതിന് അത് കാരണമായി തീരും. പ്രത്യേകിച്ചും ആദ്യത്തെ 4 മാസം കടം വർദ്ധിക്കുവാനുള്ള സാധ്യത അല്ലെങ്കിൽ കടം വാങ്ങുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ
എപ്രകാരം പ്രവർത്തിക്കണം എന്ന് വ്യക്തമായി നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക. ആഹാര കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ സമയം നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് സാധ്യത ഉള്ള ഒരു വർഷം തന്നെയാണ്. സ്ത്രീകൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള രോഗസാധ്യതകൾ വന്നു ചേരാം. തലകറക്കം പോലുള്ള കാര്യങ്ങൾ, അത്തരം തലവേദന തുടങ്ങിയ കാര്യങ്ങൾ വന്ന് ചേരാവുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ അത്തരം ആരോഗ്യപരമായ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. കൃത്യമായി ഉറങ്ങുവാൻ, ഉറക്കക്കുറവ് പരിഹരിക്കുവാൻ, അനാവശ്യമായ ചിന്തിച്ച് കാടുകയറുന്നതായ സാഹചര്യം ഇവ ഒഴിവാക്കേണ്ട ഒരു വർഷം കൂടിയാണ് 2026. പ്രധാനമായും വീഴ്ചയ്ക്ക് സാധ്യത കൂടുതലാണ്. അതിനാൽ വീഴ്ച സംഭവിക്കാതിരിക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കണം. മാർച്ച് മാസം പ്രത്യേകിച്ചും യാത്ര നിങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം. അത്ര ആവശ്യമുള്ള ഒരു കാര്യമല്ല എങ്കിൽ അത് തീർച്ചയായും ഈ മാസം ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം. കൂടാതെ പാമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. പാമ്പിനെ ശ്രദ്ധിക്കണം. അതായത് അത്തരം കാര്യങ്ങളിൽ ചില തിരിച്ചടികൾ അല്ലെങ്കിൽ ചില ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ഈ സമയം ശാസ്താവിനെ ഭജിക്കുന്നതും ഉത്തമമാണ്. അടുത്തുള്ള ശാസ്താ ക്ഷേത്രത്തിൽ നിങ്ങൾ ശനിയാഴ്ച ദിവസം ദർശനം നടത്തുകയും സാധിക്കുന്നതായ വഴിപാടുകൾ നടത്തുക. ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈ പരാമർശിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വന്നു ചേരുന്നതായ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു വർഷം സംഭവിക്കട്ടെ, അത്തരത്തിലായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.